ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്ററേച്ചർ ഇൻ മലയാളം. സോ ഇനി നമ്മൾ ഗിരീഷ് കർണാട് എഴുതിയ തുഗ്ലക് എന്ന് പറയുന്ന ഡ്രാമയാണ് നോക്കുന്നത്. ഓക്കെ, സോ തുഗ്ലക് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ പ്ലേ ആണ് റിട്ടൺ ബൈ ഗിരീഷ് കർണാട് ഇൻ 1964. ഈ ഒരു പ്ലേ ബേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ 14th സെഞ്ച്വറി ടൈമിലെ റൂളറായിരുന്ന സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ റെയിൻ പീരീഡിലൊക്കെ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയിട്ടാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു ഡ്രാമ കർണാട് എഴുതിയിരിക്കുന്നത് ഒരിക്കലും ഒരു ഫാക്ച്വൽ ഹിസ്റ്ററി ആയിട്ടല്ല. ഓക്കെ, മറിച്ച് ഹിസ്റ്ററീനെ ഒരു മെറ്റഫറായിട്ട് നിർത്തിക്കൊണ്ട് പവർ, ഐഡിയലിസം, ഗവേണൻസ് പോലുള്ള കാര്യങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്ലേയിലൂടെ നമുക്ക് അദ്ദേഹം മനസ്സിലാക്കി തരുന്നത് ഈവൻ നോബിൾ ഇൻറ്റൻഷൻസ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ പോലും കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ അത് പാളിപ്പോകുമെന്നാണ്. ഓക്കെ, ഹിസ്റ്ററിയിൽ തുഗ്ലക് എന്ന് പറയുന്ന സുൽത്താനെ ഒരു വിജയം അല്ലെങ്കിൽ ഒരു വിക്ടറി ആയിട്ടും ഒരു വിഷണറി ആയിട്ടും ഒക്കെ കാണുന്നുണ്ടെങ്കിലും അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റലായിട്ടുള്ള കുറേ റൂളിങ്ങിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു അതെല്ലാം പാളിപ്പോയത് കാരണം അറ്റ് ദ സെയിം ടൈം ഒരു ഫെയിലിയർ ആയിട്ടുമാണ് അദ്ദേഹത്തെ കാണുന്നത്. ഇനി നമുക്ക് ഡ്രാമയിലേക്ക് പോകാം. സോ ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് കൊട്ടാരത്തിൻ്റെ മുന്നിൽ കുറേ നാട്ടുകാർ എല്ലാവരും കൂടി ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. എന്തോ ഒരു റൂളിങ് കേൾക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഒരു വിധി പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നിൽക്കുകയും അതിനിടയിൽ സുൽത്താൻ്റെ റൂളിങ്ങിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആളുകൾ പറയുന്നതൊക്കെയാണ് കേൾക്കുന്നത്. അതിലൊരു വൃദ്ധനായ ഒരു മനുഷ്യൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ ഇതുപോലെ വേഴ്സായിട്ട് രാജ്യം ഭരിച്ചൊരു രാജാവിനെ അദ്ദേഹം കണ്ടിട്ടില്ലെന്ന്. പക്ഷേ യങ് ആയിട്ടുള്ള ആൾക്കാർ തുഗ്ലക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അതിനിടയിൽ അവരുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുകയാണ് എന്താണ്, രാജാവ് ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ സുൽത്താനേറ്റിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ നാടിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് മാറ്റി ദൗലത്താബാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പുള്ളി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം പുള്ളി ഒരു ഒരു തീരുമാനം കൂടി അല്ലെങ്കിൽ ഒരു റൂളിങ് കൂടി പുറത്തേക്ക് വിട്ടു. അതായത് ഇനി തൊട്ട് ഹിന്ദുസിനും ഡയറക്റ്റായിട്ട് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും ജസ്റ്റിസിന് വേണ്ടിയിട്ട്. ഈവൻ അത് ഈ സുൽത്താനെതിരെയുള്ള കംപ്ലയിൻ്റ് ആണ് അല്ലെങ്കിൽ കോർട്ടിനെതിരെയുള്ള കംപ്ലയിൻ്റ് ആണെങ്കിൽ പോലും അവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വരാം, ജസ്റ്റിസ് അവിടുന്ന് കൊടുക്കും എന്നുള്ള രീതിയിലൊരു അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അസീസ് എന്ന് പറയുന്ന ഒരു കള്ളനായൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു കപടനായിട്ടൊരു വ്യക്തി ഒരു ബ്രാഹ്മണിൻ്റെ വേഷത്തിൽ, വിഷ്ണുപ്രസാദ് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണിൻ്റെ വേഷത്തിൽ അവിടെ വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടാകും അയാളുടെ ലാൻഡ് കോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് കയ്യേറി എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ ഈ വിഷ്ണുപ്രസാദ് എന്ന് പറയുന്ന അതായത് ഈ ബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ കോർട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അസീസ് ഈ വിഷ്ണുപ്രസാദിനെ ചെന്ന് കണ്ടിട്ട് അത് ഇയാൾക്ക് വിൽക്കാൻ പറയും. അപ്പോൾ ഈ ബ്രാഹ്മണൻ ചോദിക്കുന്നുണ്ട്, ഓൾറെഡി പിടിച്ചെടുത്ത വസ്തുവല്ലേ, പിന്നെ ഞാൻ നിനക്ക് എങ്ങനെ വിൽക്കാനാ? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇതിനകത്തൊന്നും ഇതാക്കുക, നിങ്ങൾക്ക് ഞാൻ പൈസ തന്നാൽ പോരെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുത്ത് അയാളെ ഒതുക്കിയിട്ടാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇവിടെ വന്നിട്ട് ഇവർ ഈ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ശരിയാണ് ഇങ്ങനൊരു വസ്തു പിടിച്ചെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരിഹാരമായിട്ട് 5000 സിൽവർ കോയിൻസ് കൊടുക്കുകയും അവിടെ ഒരു ജോലി ഉറപ്പാക്കുകയും ചെയ്യും. ഈ ഒരു റൂളിങ് പുറത്തു വന്ന് നമ്മളുടെ കൊട്ടാരത്തിൽ നിന്ന് ഈ ഡ്രംസൊക്കെ അടിച്ചിട്ട് പുറത്തു വന്നത് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ വണ്ടറടിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഇത് കേട്ടപ്പോഴത്തേക്കാണ് ഇത്ര ഇതായല്ലോ എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെ കാണിക്കുന്ന എന്താണ്, ഈവൻ ദോ സുൽത്താൻ അതൊരു നല്ല കാര്യമായിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ജസ്റ്റിസ് എല്ലാവർക്കും ഒരുപോലെ, മുസ്ലിംസിനായിക്കോട്ടെ ഹിന്ദുസിനായിക്കോട്ടെ ഒരുപോലെ ജസ്റ്റിസ് കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഓർഡർ കൊണ്ടുവന്നത്. പക്ഷേ അതിപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, സോ ആ കൂടി നിൽക്കുന്ന ആൾക്കാരിൽ പലരും തുഗ്ലക്കിനെ പ്രൈസ് ചെയ്യുന്നുമുണ്ട്. അദ്ദേഹം വളരെ ജസ്റ്റാണെന്നും ലിബറലാണെന്നും മോഡേൺ ആണെന്നും. മുസ്ലിംസിനാണെങ്കിലും അദ്ദേഹം റൂളിങ്ങിന് വന്നതിന് ശേഷമാണ് 5 നേരത്തെ നമസ്കാരം, പ്രയറൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം എന്നുള്ള റൂള് കൊണ്ടുവന്നത്. അപ്പോൾ രണ്ട് കൂട്ടരെയും അദ്ദേഹം ഒരുപോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുകയാണ് ഷെയ്ഖ് ഇമാമുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ നമ്മളുടെ ഈ ഒരു തുഗ്ലക്ക് പ്രിറ്റൻഡ് ചെയ്യുകയാണ് ലിബറലായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലിങ്ങനെ പ്രബോധനങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ആൾക്കാരെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് ഈ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ്. സോ ഈ ഒരു ഓപ്പണിംഗ് സീനിങ്ങിലൂടെ നമ്മൾ എന്താണ് അറിയുന്നത്,
ഈ തുഗ്ലക്കിൻ്റെ ഈ റൂളിങ്ങിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനം പോലും റിലീജിയസ് ഇക്വാലിറ്റി അവിടെ ഉണ്ട് എന്ന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ദൗലത്താബാദിലേക്ക് ഒരു ക്യാപിറ്റൽ മാറ്റുക എന്നുള്ള തീരുമാനത്തിന് പിന്നിലുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് നോർത്ത് സൈഡിൽ നിന്ന് വരുന്ന ഫോറിനേഴ്സിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് സദേൺ പാർട്ടിനെ റൂൾ ചെയ്യാനും ഈ ദൗലത്താബാദിലേക്ക് പോയാൽ എളുപ്പമായിരിക്കുന്ന ഒരു കാരണം. രണ്ട്, അവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പം ഈ ഒരു മുസ്ലിം രാജാവ് മുസ്ലിങ്ങളുടെ ഈ ഇടയിൽ നിന്ന് പോയി ഹിന്ദുക്കളുടെ ഇടയിൽ നിന്നിട്ട് ഭരിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിൽ റിലീജിയസ് ഇക്വാലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുമെന്നും അല്ലെങ്കിൽ അത് കണ്ടിട്ട് അത് അവർക്കൊരു ഇൻസ്പിറേഷൻ ആകുമെന്നും ഒക്കെ ഒരു നല്ല ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ് തുഗ്ലക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷെ അത് പാളിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു റൂളിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അസീസ് പുറത്തേക്ക് വരുമ്പോൾ ആസാം എന്ന് പറയുന്ന അവൻ്റെ കൂട്ടുകാരൻ ഇവൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വെളിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ഇത് അസീസ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയും, നീ ഒന്ന് പതുക്കെ പറ, നീ ഇങ്ങനെ എന്നെ എക്സ്പോസ് ചെയ്ത് കൊടുക്കല്ലേ, എന്നെ പോലെയാണ് കാര്യങ്ങൾ, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വാ, ഞാൻ നിനക്ക് ഒരു ജോലി കൊട്ടാരത്തിൽ വാങ്ങിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ആസാം പേടിക്കും. അയ്യോ എങ്ങാനും പിടിച്ചാൽ എന്ത് ചെയ്യും, അത് പിടിക്കുമ്പോഴല്ലേ എന്നെ ഇപ്പോൾ പിടിച്ചോ, ഇല്ലല്ലോ, അതുപോലെ നമ്മൾ ഹിന്ദുസായിട്ട് വേണം ചെല്ലാൻ, കാരണം അപ്പോൾ രാജാവിന് ഇക്വാലിറ്റിക്ക് കൂടെയാണ് രാജാവ് നിൽക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുറേ കൂടി നല്ല പോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമോ അവരെന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്, ഈവൻ ദോ നല്ലൊരു ഉദ്ദേശത്തോടെ നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ആ റൂൾസൊക്കെ അവിടെ വന്നതെങ്കിൽ പോലും ആൾക്കാർ അതിനകത്ത് എക്സ്പ്ലോയിറ്റേഷനുള്ള ചാൻസസ് എങ്ങനെ കാണുന്നു എന്നാണ് ഈ സീൻസിലൂടെയൊക്കെ കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിലേക്ക് വരുമ്പം കൊട്ടാരമാണ് കാണിക്കുന്നത്. അവിടെ നമ്മളുടെ തുഗ്ലക്ക് രാജാവ് ഇരുന്നിട്ട് ഇങ്ങനെ ചെസ്സ് കളിക്കുകയാണ്. അപ്പോൾ ഈ സുൽത്താൻ്റെ അടുത്തേക്ക് സുൽത്താൻ്റെ സ്റ്റെപ്പ് മദർ വന്നിട്ട് ഭയങ്കരമായിട്ട് അത് അദ്ദേഹത്തിന് ഇങ്ങനെ വഴക്ക് പറയുകയാണ്, എന്താ ഇങ്ങനെ കെയർലെസ്നെസ് ആയിട്ടിരിക്കുന്നത്, ഈ ഒരു തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, ഈ ക്യാപിറ്റൽ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതിനൊക്കെ തുഗ്ലക്ക് ഭയങ്കര കെയർലെസ് ആയിട്ട് അങ്ങ് വിടുകയാണ്. ആൻഡ് ഈ കോൺവെർസേഷൻ്റെ ഇടയിലേക്ക് ഒരു ഇൻഫർമേഷൻ തുഗ്ലക്ക് തന്നെ സ്റ്റെപ്പ് മദറിന് കൊടുക്കുകയാണ്. നേരത്തെ തുഗ്ലക്കിൻ്റെ ഫ്രണ്ടായിരുന്ന ഐനുൽ മുൽക്ക് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ 30,000 സോൾജേഴ്സുമായിട്ട് അങ്ങോട്ടേക്ക് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത് വരുന്നുണ്ട് ഇവരെ ആക്രമിക്കാനെന്ന്. ആൻഡ് ഇവരുടെ അടുത്ത് 6,000 സോൾജേഴ്സേ ഉള്ളൂ. അതൊക്കെ പറയുന്നത് വളരെ കെയർലെസ് ആയിട്ടാണ് പറയുന്നത്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, എല്ലാം എൻ്റെ അണ്ടർ കൺട്രോളിലാണ് എന്നുള്ളൊരു അമിത കോൺഫിഡൻസ് ആ വർത്തമാനത്തിലൊക്കെ നമുക്ക് മനസ്സിലാകും. ആൻഡ് സ്റ്റെപ്പ് മദർ വളരെ കെയർ ആയിട്ട്, അതല്ലെങ്കിൽ ആകാംക്ഷയോടെ പേടിയോടെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ നീ എന്നിട്ട് ഇങ്ങനെ ചുമ്മാതിരിക്കുന്നത്, നീ എന്തെങ്കിലും ചെയ്യണ്ടേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവിടേക്ക് നജീബ് അതുപോലെ തന്നെ സിയാദുദ്ദീൻ ബാരണി എന്ന് പറഞ്ഞിട്ടൊക്കെ കുറച്ച് ആൾക്കാർ, അതായത് അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സും ഒരു ഉറ്റ ചങ്ങാതിയുമാണ് അവർ രണ്ടുപേരും. ആൻഡ് അവരോട് കൂടെ ഈ സ്റ്റെപ്പ് മദർ പറയുന്നുണ്ട് ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്നൊക്കെ. ആൻഡ് അവിടുന്ന് നജീബ് ആൻഡ് ഈ തുഗ്ലക്ക് പോയി കഴിയുമ്പോൾ ഈ സിയാദുദ്ദീൻ ബാരണിയോട് സ്റ്റെപ്പ് മദർ പറയുന്നുണ്ട്, തുഗ്ലക്കിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ ഒന്നും ഇപ്പം വിശ്വസിക്കാൻ പറ്റത്തില്ല, അവരുടെയൊക്കെ അടുത്തുനിന്ന് അവനെ മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു കോൺവെർസേഷനിൽ തന്നെ നജീബ് തുഗ്ലക്കിനോട് പറയുന്നുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു നമ്മുടെ തുഗ്ലക്കിനെതിരെ പറയുന്ന ആളല്ലേ ഷെയ്ഖ് ഇമാമുദ്ദീൻ എന്ന് പറയുന്ന പുള്ളിക്ക് ഈ നമ്മളുടെ തുഗ്ലക്കിൻ്റെ അതേപോലെ ഒരു ഫേസ് റിസംബ്ലൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് പുള്ളി ഇങ്ങനെയാണ് നിങ്ങളെ പറ്റിയിട്ട് തുഗ്ലക്കിനെ പറ്റിയിട്ട് പുറത്ത് പറഞ്ഞ് നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് നേരത്തെ നമ്മൾ കണ്ട ആ കോർട്ടിന് വെളിയിൽ ആൾക്കാർ നിൽക്കുന്ന സീനിലും ഇവിടെയും ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് തുഗ്ലക്കിൻ്റെ അച്ഛനെയും ജ്യേഷ്ഠനെയും തുഗ്ലക്ക് തന്നെ മനഃപൂർവ്വം പവർ കിട്ടാൻ വേണ്ടിയിട്ട് കൊന്നതാണെന്നുള്ളൊരു രീതിയിൽ ഒരു റൂമർ പറയുന്നുണ്ട്. പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അത് പറയുന്നതെന്ന് വെച്ചാൽ അവർ നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ആന ഇടഞ്ഞിട്ട് അവിടുത്തെ ഒരു പില്ലർ തട്ടിയിട്ട് ആ നിൽക്കുന്ന അതിന് മുകളിലുള്ള ഷെയ്ഡ്, നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന അതിന് മുകളിലുള്ള ഷെയ്ഡ് അവരുടെ മുകളിലേക്ക് മറിഞ്ഞു വീണിട്ടാണ് അവർ മരിക്കുന്നത്. അപ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ റൂമേഴ്സ് പറയുമ്പോൾ ചിലർ പറയും അത് അന്നേരം ഷെയ്ഡ് മറിഞ്ഞ് വീണ് ആക്സിഡൻ്റലി അവർ മരിച്ചതിന് തുഗ്ലക്ക് എങ്ങനെയാണത് കാരണക്കാരനാവുന്നത്, തുഗ്ലക്കിന് അറിയാമോ അവർ ആ
ആ സമയത്ത് മരിക്കുമോ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുഗ്ലക്കിനെയും ആൾക്കാർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റെപ്പ് മദറുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ്റെ ഇടയിലേക്ക് നജീബ് പറയുന്നുണ്ട് ഈ ഷെയ്ഖ് ഇമാമുദ്ദീൻ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ തുഗ്ലക്കിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള അതായത് എനിക്കറിയാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കങ്ങനെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ റേസ് ആവുന്നുണ്ട്. ഈ ഒരു ഡ്രാമയുടെ ഉടനീളം ആൾക്കാർ ഓൾമോസ്റ്റ് 99% വിശ്വസിക്കുന്നത് തുഗ്ലക്കാണ് അവരെ കൊന്നതെന്നാണ്, സാഹചര്യങ്ങളുടെയും സസ്പിഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. അങ്ങനെ അല്ലാന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഈവൻ ദോ തുഗ്ലക്ക് എങ്ങും ഓപ്പണായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നില്ല അയാൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന്. ആൻഡ് മുന്നോട്ടുള്ള പല സംഭവവികാസങ്ങളിലൂടെ നമുക്ക് തുഗ്ലക്കിൻ്റെ ഒരു ക്രൂവൽ സൈഡും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എന്താ പറയുന്ന ഷെയ്ഖ് ഇമാമുദ്ദീനെ അദ്ദേഹം നമ്മളുടെ നേരത്തെ ഒരു 30,000 ആൾക്കാരുമായിട്ട് മാർച്ച് ചെയ്തിട്ട് ഒരാൾ വരുന്നെന്ന് പറഞ്ഞില്ലേ, ഐനുൽ മുൽക്ക്, അയാളുടെ അടുത്തേക്ക് ഒരു സമാധാന സന്ധി പറയാനാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടും. ഒരു ആനപ്പുറത്ത് കയറ്റിയിട്ടാണ് പറഞ്ഞു വിടുന്നത്. ആൻഡ് ഈ ഐനുൽ മുൽക്കിൻ്റെ ആൾക്കാർ ഈ നമ്മളുടെ ഷെയ്ഖ് ഇമാമുദ്ദീൻ ചെല്ലുന്ന കാണുമ്പോൾ വിചാരിക്കുന്നത് തുഗ്ലക്ക് തന്നെ നേരിട്ട് വരികയാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തെ വധിക്കുന്നുണ്ട്. സോ അതൊരു ക്രൂവലായിട്ടുള്ളത് തന്നെയാണ്. തുഗ്ലക്ക് ഇത് ഉദ്ദേശിച്ച് തന്നെയാണ് പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടത്. ആൻഡ് അതുപോലെ തന്നെ നെയ്ബറിങ് കൺട്രിയിലുള്ള പ്രിൻസ് ആയിട്ടുള്ള ഷിഹാബുദ്ദീനെ തുഗ്ലക്ക് ഇവിടുന്ന് മാറി നിൽക്കുന്ന സമയത്ത് സ്റ്റേറ്റിൻ്റെ അഫയേഴ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ വന്ന് ഭരണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു തവണ തുഗ്ലക്കിൻ്റെ ഈ ഒരു തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ ന്യൂ പോളിസീസൊക്കെ തുഗ്ലക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനകത്ത് തെറ്റുകുറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒപ്പോസ് ചെയ്ത് സംസാരിച്ച ആർഗ്യുമെൻറ്റിൻ്റെ ഇടയിൽ ഈ തുഗ്ലക്ക് ഷിഹാബുദ്ദീനെ കൊല്ലുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഷിഹാബുദ്ദീൻ്റെ അഡോപ്റ്റഡ് ബ്രദർ ആയിട്ടുള്ള രത്തൻ സിംഗ് എന്ന് പറയുന്ന ആൾ ഇതിൽ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് തുഗ്ലക്കിനെ കൊല്ലാൻ വരും. തുഗ്ലക്ക് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കൊല്ലാൻ വരുന്നത്. പക്ഷേ ഇത് നേരത്തെ കൂട്ടി അറിഞ്ഞിട്ട് തുഗ്ലക്ക് അത് തിരിച്ചവരെ അറ്റാക്ക് ചെയ്ത് കൊല്ലും. ആൻഡ് പെട്ടെന്നുണ്ടായൊരു സഡൻ ഇമ്പൾസിൽ ഒരു റൂൾ അങ്ങ് പുറപ്പെടുവിക്കും, ഇനി ആരും പ്രാർത്ഥിക്കേണ്ട, ഇനി ആരും നമസ്കരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട്, അയാളെ കൊല്ലാൻ അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ട് ഇനി ആരും ഇവിടെ നമസ്കരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട്. സോ ഇങ്ങനെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾക്ക് പേര് കേട്ടൊരു സുൽത്താനായിരുന്നു തുഗ്ലക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, തുഗ്ലക്ക് നാട്ടുകാരുടെ ക്ഷേമവും അവരുടെ ഐശ്വര്യങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം കാര്യം കൂടി നോക്കുകയും സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തതായിട്ടുള്ള ഒരു റൂളർ കൂടിയാണ് തുഗ്ലക്ക് എന്ന് പറയുന്നത്. സോ ഇതിന് ശേഷം വരുന്നത് നമ്മളുടെ ക്യാപിറ്റൽ ഷിഫ്റ്റിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ഷിഫ്റ്റ് വരുന്നത്. സോ ഫസ്റ്റിലെ തന്നെ പറഞ്ഞിരുന്നത് എല്ലാവരും മാറണം എന്നില്ല, തുഗ്ലക്കിൻ്റെ കൂടെ ചെല്ലാൻ ഇഷ്ടമുള്ളവർ മാറിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എ കൈൻഡ് ഓഫ് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് തന്നെ ആയിട്ട് മാറുമായിരുന്നു അവസാനം വന്നപ്പോഴത്തേക്ക് അത്. ഓക്കെ, അങ്ങനെ ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് ഈ ഒരു ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. ആൻഡ് ഓൺ ദ റോഡിൽ, അതായത് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളുടെ നേരത്തെ കണ്ട അസീസും അസാമും ഇല്ലേ, അവർ ചേർന്നിട്ട് കുറേ ആൾക്കാരെ ദ്രോഹിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് വിലപ്പെട്ട സാധനങ്ങൾ അടിച്ചു മാറ്റി അവരെ ലൂട്ട് ചെയ്ത് റോബറി ചെയ്തൊക്കെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. ആൻഡ് തുഗ്ലക്കിൻ്റെ ഈ ഇമ്പൾസീവ് ആയിട്ടുള്ള തീരുമാനങ്ങളുടെയൊക്കെ ഇരയാകുന്നത് കോമൺ പീപ്പിൾ അല്ലെങ്കിൽ ഓർഡിനറി പീപ്പിളാണ്. അവരുടെ കഷ്ടത എത്രത്തോളം ഉണ്ട്, ഇവിടെ നിന്നെല്ലാം കെട്ടിപ്പറിക്കി അവിടോട്ട് പോകുക എന്ന് പറയുന്നത് എത്രത്തോളം വളരെ സഫറിങ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, വളരെ ടെറിബിളായിട്ട് ഓർഡിനറി പീപ്പിൾ സഫർ ചെയ്യുന്നുണ്ട്. ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ, ചിൽഡ്രൻസ്, വുമൻസ്, അവരൊക്കെ റോഡിൽ മരിച്ചു പോകുന്നുണ്ട്. ആൻഡ് സോൾജേഴ്സൊക്കെ ഈ ആൾക്കാരെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുകയായിരുന്നു. സോ ഒരു കയോസും ഡെസ്പെയറും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് തുഗ്ലക്ക് ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും എന്ത് വിശ്വസിക്കുന്നു, അതിന് നേരെ കണ്ണടിച്ചിട്ട് വിശ്വസിക്കുന്നത് ഒരു ഗ്രേറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഈ ഒരു സഫറിങ് ഒക്കെ നെസസറി ആണെന്ന് വിചാരിച്ച് കൈകെട്ടി നോക്കി നിൽക്കുകയാണ് ചെയ്തത് തുഗ്ലക്ക്. ഓക്കെ, സോ ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ഷോ ദ ഹ്യൂമൻ കോസ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ എക്സ്പെരിമെൻറ്റ്. തുഗ്ലക്കിൻ്റെ പൊളിറ്റിക്കൽ എക്സ്പെരിമെൻറ്റിലൂടെ ഒക്കെ സഫർ ചെയ്തത് ആ നാട്ടിലെ കോമൺ പീപ്പിൾ അല്ലെങ്കിൽ ഓർഡിനറി പീപ്പിൾ ആണെന്ന് കാണിക്കുകയായിരുന്നു. ആൻഡ് ദൗലത്താബാദിലേക്ക് ചെന്ന് കഴിഞ്ഞുള്ള അവസ്ഥയോ അവിടെ ഓവർ ക്രൗഡഡായി അൺമാനേജബിളായിട്ട് മാറി. ആൻഡ് ഡൽഹി എന്ന് പറയുമ്പോൾ അത് എംപ്റ്റി ആൻഡ് റൂയിൻഡ് ആയിട്ട് മാറി. സോ തുഗ്ലക്കിനൊരു റിയലൈസേഷൻ ഉണ്ടാകുന്നുണ്ട് ഇതൊരു അറ്റംപ്റ്റ് ഫെയിലായിപ്പോയെന്ന്. ആൻഡ് ഇതിന് അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഉള്ള തുഗ്ലക്കിൻ്റെ വീഴ്ചകളുടെ തുടക്കം ഈ
ഇവിടുന്ന് പോകുന്ന വഴിയിൽ തന്നെയുണ്ട്. കാരണം നജീബ് കൊല്ലപ്പെടുന്നുണ്ട്. നജീബ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടു സ്റ്റെപ്പ് മദറിൻ്റെയൊക്കെ ആ സീനിൽ വന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്താണോ. നജീബ് മരണപ്പെട്ടതോടുകൂടി നമ്മളുടെ തുഗ്ലക്കിൻ്റെ വലങ്കൈ നഷ്ടപ്പെട്ടതുപോലെയാണ്. നജീബിനെ കൊന്നു എന്ന് സംശയിക്കുന്ന കുറേ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ തുഗ്ലക്ക് ഒരാവശ്യമില്ലാതെ കൊല്ലുന്നു കളയുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് ആണ് മനസ്സിലാവുന്നത് ഈ സ്റ്റെപ്പ് മദർ പോയിസൺ കൊടുത്തിട്ടാണ് നജീബിനെ കൊന്നതെന്ന്. അങ്ങനെ തുഗ്ലക്ക് ഇവരെ കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഡിസിഷൻ എടുക്കുന്ന എന്താണ്, കല്ലെറിഞ്ഞിട്ട്. അതായത് അന്നത്തെ കാലത്തെ ഒരു റൂളിംഗ് ആണ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടായിക്കഴിഞ്ഞാൽ കല്ലെറിഞ്ഞിട്ട് ആൾക്കാരെ കൊല്ലുക എന്നുള്ളത്. സോ അത് തന്നെ അവർക്കും വിധിക്കും. അങ്ങനെ ആ സ്റ്റെപ്പ് മദറിനെ കൊല്ലുന്നുണ്ട്. ഇതിനെല്ലാം ഇടയിൽ വേസ്റ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തുഗ്ലക്ക് ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് കോപ്പർ കോയിൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പുള്ളി അങ്ങ് ഡിക്ലെയർ ചെയ്യും കോപ്പർ കോയിൻസ് ആവ് ദ സെയിം വാല്യൂ ഓഫ് സിൽവർ ആൻഡ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട്. സോ പീപ്പിൾ എന്ത് ചെയ്യും, ഫോർജിങ് സ്റ്റാർട്ട് ചെയ്യും, ഫേക്ക് കോയിൻസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ വീടുകളിലും ഇതൊരു പതിവാകും. അതായത് എല്ലാ വീടുകളിലും ഇതിങ്ങനെ ഫേക്ക് കോയിൻസ് ഉണ്ടാക്കാനൊക്കെ തുടങ്ങും. ധനികരായിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനത്തെ കോയിൻസ് കൊടുത്തിട്ട് ഗോൾഡ് കോയിൻസ് വാങ്ങിക്കാൻ നോക്കും. അങ്ങനെ ആ എക്കണോമി തന്നെ അവിടെ കൊളാപ്സായി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ട്രഷറി മൊത്തം യൂസ്ലെസ് ആയിട്ടുള്ള കോപ്പർ കോയിൻസ് കൊണ്ട് നിറയുകയാണ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മോഡേൺ ഐഡിയാസ് അൺപ്രിപ്പയർഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇതിന് ശേഷമൊക്കെ ഉള്ളൊരു ഇൻസിഡൻ്റ് ആയിട്ട്, അതായത് ലാസ്റ്റത്തെ സീൻസിലേക്കൊക്കെ വരുമ്പം കാണിക്കുന്നത് തൊട്ടടുത്ത നെയ്ബറിങ് റൂളറായിട്ടുള്ള ഗിയാസുദ്ദീൻ അബ്ബാസ് നമ്മളുടെ തുഗ്ലക്കിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരുന്നുണ്ടെന്നൊരു അറിയിപ്പ് വരും. അങ്ങനെ അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുള്ളി ഇങ്ങനെ എന്താ ചെയ്യുക, ഒരുക്കങ്ങളൊക്കെ നടത്തും. ആൻഡ് അദ്ദേഹം വരുന്നത് പ്രമാണിച്ചിട്ട് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രേയേഴ്സൊക്കെ വീണ്ടും തുടങ്ങണം എന്ന് ആൾക്കാരോട് പറയും. പക്ഷേ ആളുകൾ ആരും അതിലൊന്നും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഉള്ളൊരു ടൈമിംഗ് ആയിരുന്നില്ല. കാരണം അവർക്ക് പ്രതീക്ഷ അറ്റുപോയൊരു സമയമായിരുന്നു. അവർ അത്രത്തോളം സഫർ ചെയ്യുമായിരുന്നു. അവർക്ക് വിശപ്പ് അകറ്റാൻ പോലുള്ള വഴിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം വന്നിട്ട് ഇന്ന ആൾ വരുന്നുണ്ട്, നമുക്ക് ആഘോഷിക്കണം, അല്ലെങ്കിൽ നമുക്ക് അവരെ ഇംപ്രസ് ചെയ്യണം, പ്രേയേഴ്സൊക്കെ വീണ്ടും തുടങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ലായിരുന്നു. ആൻഡ് തുഗ്ലക്ക് അതൊന്നും ശ്രദ്ധിക്കാതെ പുള്ളിനെ വെൽക്കം ചെയ്യുന്നതിനുള്ളൊരു തിരക്കിലായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു ട്വിസ്റ്റ് പോലെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ അസീസ് ഈ ഗിയാസുദ്ദീൻ അബ്ബാസ് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ വെച്ചിട്ട് അദ്ദേഹത്തെ വധിച്ചിട്ട് അസീസും അസാമും കൂടെ ആയ അദ്ദേഹത്തിൻ്റെ ഇതായിട്ട് വേഷം മാറി വരും. അസീസ് ഗിയാസുദ്ദീൻ അബ്ബാസ് ആയിട്ടും മറ്റേ അസാമ് കൂടുള്ള ആളായിട്ടും വരും. വന്ന് നമ്മളുടെ തുഗ്ലക്കിൻ്റെ കൂടെ കുറേ സമയം ചിലവഴിക്കുകയും ഇവിടെ സ്റ്റേ ചെയ്യുകയും അങ്ങനെ കുറേ മുന്നോട്ട് പോയി കഴിയുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ആസാമിൻ്റെ കള്ളത്തരങ്ങളിൽ നിന്നാണ് തുഗ്ലക്കിന് മനസ്സിലാവുന്നത് ഇത് ഇന്ന് റിയൽ ആയിട്ടുള്ള ആൾക്കാരല്ലെന്ന്. ആൻഡ് അസാമിനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഉറപ്പായിട്ടും പൊക്കോ എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് അസീസ് അങ്ങ് കൺഫേസ് ചെയ്യും. ആൻഡ് അസീസ് വിചാരിക്കുന്നത് വളരെ റൂഡായിട്ട് റാഷായിട്ട് അവനെതിരെ എന്താ പറയുന്നത് ബിഹേവ് ചെയ്യുമായിരിക്കും. പക്ഷേ തുഗ്ലക്ക് അസീസിനെ കാണുന്ന ഒരു ക്ലവർ കോമൺ മാനായിട്ടാണ്. ഓക്കെ, അത് അദ്ദേഹം എന്താ പറയുന്നത് വിചാരിച്ചൊരു റെസ്പോൺസ് അല്ല തുഗ്ലക്കിൻ്റെ അടുത്തുനിന്ന് ഉണ്ടാകുന്നത്. തൂക്കിക്കൊല്ലുമെന്ന് വിചാരിച്ചെടുത്ത് അയാൾക്ക് ജോലിയൊക്കെ കൊടുത്തിട്ട് ഇൻ്റലിജൻസ് റെക്കഗ്നൈസ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അവിടെ പിടിച്ച് അപ്പോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫ്രോഡ് എങ്ങനെയാണ് സക്സീഡ് ചെയ്തത്, ഹോണസ്റ്റി ഫെയിൽ ആകുന്നിടത്തും ഫ്രോഡ് എങ്ങനെ സക്സീഡ് ചെയ്തു എന്ന് ഈ ഒരു എൻഡിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തുമ്പോഴത്തേക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ബാക്കിയുള്ള കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇയാൾക്ക് ജോലി കൊടുത്തു, ആ ഒരു സീൻ അവിടെ കഴിയുകയാണ്. ദെൻ പിന്നീട് കാണിക്കുന്നത് അതിൻ്റെ എൻഡായിട്ടാണ് കാണിക്കുന്നത്. കാരണം തുഗ്ലക്ക് ഭയങ്കരമായിട്ട് തോൽവി ഡിഫീറ്റ് സമ്മതിച്ചു. തൻ്റെ തീരുമാനങ്ങളൊക്കെ തെറ്റായിപ്പോയി, നജീബ് കൊല്ലപ്പെട്ടു, തനിക്ക് ആവശ്യം അല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കാൻ ഇനി ആരുമില്ല, അങ്ങ് ഐസൊലേറ്റഡ് ആയിപ്പോയി എന്നൊക്കെ ഉള്ള തോട്ടിൽ തുഗ്ലക്ക് ഭയങ്കര വീക്കാവുന്നിടത്താണ് ഈ ഒരു ഡ്രാമ എൻഡ് ചെയ്യുന്നത്. പുള്ളി ജീവിച്ചിരിപ്പുണ്ട്, അന്നേരവും പുറത്തുള്ള ആൾക്കാരുടെ കണ്ണിൽ പവർഫുള്ളാണ്. പക്ഷേ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ കംപ്ലീറ്റഡ് ആയിട്ട് ഡിഫീറ്റഡ് ആക്കിയതുപോലെയാണ്. ഓക്കെ, സോ തുഗ്ലക്ക് ബൈ ബർത്ത് അത്ര ഈവിളൊന്നും അല്ലെങ്കിൽ കൂടിയും ഒരു ട്രാജഡി ആയിട്ട് വേണമെങ്കിൽ പുള്ളിയെ നമുക്ക് കണക്കാക്കാം. ഓക്കെ, ട്രാജഡി ഓഫ് ഇൻ്റലിജൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്രോണിൽ സിംഹാസനത്തിൽ വളരെ നിസ്സഹായനായിട്ട് തുഗ്ലക്ക് ഇങ്ങനെ തലയ്ക്ക് കൈകൊടുത്തിരിക്കുന്നത് പോലെ കാണിച്ചുകൊണ്ടാണ് ഡ്രാമയുടെ ഒരു എൻഡിങ് വരുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡ്രീംസും ജസ്റ്റിസ്, റാഷണൽ ഗവേണൻസ്, യൂണിറ്റിയോടെ ആൾക്കാർ ജീവിക്കുന്നത്, അങ്ങനത്തെ എല്ലാ ഡ്രീംസും കൊളാപ്സ് ചെയ്ത് പോയി. ഓക്കെ, ഓൺലി ഡെത്ത് മാത്രമാണ് ബാക്കിയായത്. കുറേ ക്യാവോസ് നടന്നു, ആൾക്കാർ കുറേ സഫർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഐഡിയലിസവും അൺബാലൻസ്ഡ് ആയിട്ട് എന്താ പറയുക കമ്പാഷൻ, പ്രാക്ടിക്കൽ
വിസ്ഡം, ഇതൊന്നും ബാലൻസ് ഇല്ലാതെ അതിലൊന്നും അദ്ദേഹത്തിന് അത്രയും കഴിവുണ്ടെന്ന് പറഞ്ഞാലും അതിലൊന്നും ഒരു യൂസ് ഇല്ലാത്തതുപോലെ അട്ടർ ഫെയിലിയർ ആയിപ്പോയെന്നാണ് ഡ്രാമയുടെ എൻഡിങ്ങിൽ കാണിക്കുന്നത്. സോ അങ്ങനെയാണ് ഈ ഒരു കഥ എൻഡ് ചെയ്യുന്നത്. സോ ഈ ഒരു എൻഡിങ്ങിലൂടെ എന്താണ് ഗിരീഷ് കർണാട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ദാറ്റ് ഇൻ്റലിജൻസ് ആൻഡ് ലോഫ്റ്റി ഐഡിയാസ് വെൻ ഇമ്പോസ്ഡ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ റിയാലിറ്റീസ് ക്യാൻ ബി മോർ ഡിസ്ട്രക്റ്റീവ് ദാൻ ഓപ്പൺ ടൈറനി എന്ന്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ തീംസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ സ്റ്റോറി. ആൻഡ് ഈ ഒരു സ്റ്റോറി അറിഞ്ഞു വെച്ചിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ആൻസർ സ്ട്രക്ചർ ചെയ്ത് എഴുതാവുന്നതാണ്. So if you like my video, please do consider liking my video and subscribing my channel for more videos. Okay, thank you for watching.